എല്ലാവർക്കും നമസ്തേ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വിവിധ വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ ബിനു വാഴമുട്ടം എന്ന് പറയുന്ന ഒരു പാസ്റ്ററിൻ്റെ നേതൃത്വത്തിലുള്ള ഇലോഹിം വർഷിപ്പ് സെൻറ്റർ നടത്തുന്ന ഒരു വൃദ്ധസദനമോ അനാഥ മന്ദിരമോ അങ്ങനെ കണ്ടുള്ള ഒരു സ്ഥാപനത്തിൽ ഓമല്ലൂരിൽ ഒരു കുട്ടിയെ ക്രൂരമായി ഉപദ്രവിച്ച സംഭവം. വളരെ ക്രൂരമായി ഒരു പാവപ്പെട്ട വീട്ടിലെ അവരെ പഠിപ്പിച്ച് ജോലി മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അവിടെ താമസിപ്പിച്ച് ആ കുട്ടിയെ മോഷണം നടത്തിയെന്ന് വ്യാജ ആരോപണം ഉന്നയിച്ച് അതിക്രൂരമായി ഉപദ്രവിച്ച ഒരു സംഭവം നമ്മൾ കേട്ടതാണ്. അതിനെ തുടർന്നുണ്ടായ വിവാദം മൂർച്ഛിച്ച് നിൽക്കുന്ന സമയത്താണ് അടുത്ത ഒരു സംഭവം കൂടെ ഇതേപോലെ മറ്റൊരു കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ വാർത്തകളിലൂടെ അറിഞ്ഞു. ഇത്രയും സംഭവം ഉണ്ടായിട്ട് ആ 2-3 അവിടുത്തെ ജോലിക്കാരുടെ പേരിലാണ് നടപടി എടുത്തിരിക്കുന്നത്. അവരെ എൻ്റെ പേരിൽ കേസ് ആക്കി അവരൊളിവിൽ പോയി അവരെ അറസ്റ്റ് ചെയ്യുകയോ മറ്റോ ചെയ്തു. പക്ഷേ എന്നിട്ടും ഈ ബിനു വാഴമുട്ടം എന്ന് പറയുന്ന അതിൻ്റെ മുതലാളിക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. അതിൻ്റെ നടത്തിപ്പുകാരനാണ് ശരിയായിട്ട് 1-ാം പ്രതി ആകേണ്ടത്. അയാളെ ഒഴിവാക്കിക്കൊണ്ടാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അയാളുടെ പേരിൽ നിരവധി കേസുകൾ നേരത്തെ ഉണ്ടായിട്ടുള്ളതാണ്. പന്തളം പോലീസ് സ്റ്റേഷനിൽ 2019 ഒരു കേസിൻ്റെ കാര്യം പറയുന്ന ഒരു മാന്തിക ഏതോ ഒരു വീട്ടിലെ ഒരു വിശ്വാസിയുമായിട്ട് ബന്ധപ്പെട്ട കേസ് പറയുന്നുണ്ട്. അങ്ങനെ നിരവധി കേസുകൾ ഉണ്ടായിട്ടും ഈ ഒരു വ്യക്തിയുടെ പേരിൽ കേസെടുക്കാതെ പോലീസും സർക്കാരും ഒത്തുകളിക്കുകയാണ്. സർക്കാരിൽ നിന്ന് നമ്മൾ നീതി പ്രതീക്ഷിക്കേണ്ട. കാരണം സർക്കാർ ഇതുപോലുള്ളവരെ പ്രീണിപ്പിച്ച് അവരുടെ വോട്ട് ലക്ഷ്യം ഇട്ടുകൊണ്ട് പ്രീണിപ്പിച്ച് മുന്നോട്ട് പോകുന്ന നിലപാടാണ് ഇടതുപക്ഷ സർക്കാരാണെങ്കിലും കോൺഗ്രസ് UDFൻ്റെ സർക്കാരാണെങ്കിലും സ്വീകരിച്ചിരിക്കുന്ന നയം. നമുക്ക് തന്നെ അറിയാം. ഇത്രയും ഒരു തട്ടിപ്പ് വീരനാണ്, വ്യാജനാണ് എന്നറിഞ്ഞിട്ട് ഇയാളുടെ പേരിൽ ഇയാളൊരു സഭയാണ് ഉണ്ടാക്കി. അതാണല്ലോ പെന്തക്കോസ്ത് സഭകളുടെ പ്രത്യേകത. ഓരോരുത്തരും ഇതുപോലെ ധനസമ്പാദനത്തിനും തട്ടിപ്പും നടത്താൻ വേണ്ടി സ്വന്തം പേരിൽ ഒരു സഭയുണ്ടാക്കും. അതിൻ്റെ പേരിൽ ഓരോ ഇതേപോലുള്ള സ്ഥാപനങ്ങൾ നടത്തും. അതിൻ്റെ പേരിൽ കോടികൾ ഇങ്ങനെ പിരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ഒരു സഭയുടെ ഇത്രയും വലിയ ആരോപണങ്ങൾ ഉണ്ടായിട്ട് ആ നടത്തിപ്പുകാരൻ്റെ പേരിൽ കേസെടുക്കാതെ പോലീസ് അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. സർക്കാരിൻ്റെ നടപടി അത് തന്നെ. ഇവർക്കൊക്കെ അവർ രക്ഷപ്പെടുന്നതിന് വേണ്ടി ലക്ഷങ്ങളാണ് അവർ ചെലവഴിക്കുന്നത്. അവരിതിൽ നിന്ന് രക്ഷപ്പെടാൻ, ഈ കേസിൽ നിന്ന് അവർ ഒഴിവാകും. അതിനകത്തിലെ ജീവനക്കാരുടെ പേരിൽ കേസാകും. ഇവർ വളരെ സുഖകരമായിട്ട് വളരെ ലാഘവത്തോടു കൂടി അവർ രക്ഷപ്പെട്ടു വരും. അവർ ഈ പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് പോകും. വീണ്ടും ഇതേപോലെ ആളുകൾ വരും. അവർ ഇതേ നിലപാടുകളും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. ഇതിൻ്റെ പേരിൽ കോടികൾ വിദേശത്തു നിന്ന് സംഭാവനയായി സ്വീകരിച്ച് അത് സമ്പാദിക്കുകയാണ് ഈ ബിനു വാഴമുട്ടത്തെ പോലുള്ള വിവിധ പാസ്റ്റർമാർ. സ്വന്തമായി സഭയുണ്ടാക്കി ധനസമ്പാദനമാണ് അവരുടെ ഉദ്ദേശം. മതപരിവർത്തനത്തിൽ കൂടിയും. മതപരിവർത്തനം ഇവരുടെ ഒരു പ്രധാന അജണ്ടയാണ്. അതിനകത്തിൽ ഈ പണ്ട് ഒരു പ്രശ്നം ഉണ്ടായതിൽ ഒരു കക്ഷിയുടെ പേര് എന്ന് പറയുന്നത് രഞ്ജിത്ത് നായർ. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ക്രിസ്ത്യാനിയല്ലായിരുന്നു. അവരെ കൂട്ടത്തോടെ കൊണ്ടു നടന്ന് മതം മാറ്റി ഇവരുടെ സഭയിൽ ആളിനെ കൂട്ടി ഇതൊക്കെ വെച്ചിട്ട് പണം ഉണ്ടാക്കുന്ന സമ്പ്രദായം. അവർക്കെന്ത് ഇതിനകത്തിൽ പോയിട്ട് അവർക്ക് എന്ത് ആത്മീയമായിട്ടാകട്ടെ ഒന്നും ഒരു സന്തോഷം ഉണ്ടായിട്ടില്ല എന്നുള്ളത് അവരുടെ ഈ കേസുമായിട്ട് എന്തൊക്കെയോ കേസുകളുണ്ടായപ്പം അമ്മയും മോനും പറയുന്നത് വിവിധ യൂട്യൂബ് ചാനലുകൾ പുറത്തു കൊണ്ടുവന്നതാണ്. മറുനാടൻ മലയാളിയും ഈ
ഈ കേസുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വാർത്ത ചെയ്തിട്ടുള്ളതാണ്, ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പ്. അങ്ങനെ അന്ന് തൊട്ടേ ഒരു എന്താണ് നമ്മളതിനെ പറയുന്നത്, ദുഷ്കീർത്തി ഉണ്ടാക്കിയ ആളാണ് ഈ ബിനു വാഴമുട്ടം. അയാളുടെ ഈ സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് അതിനെ അന്വേഷിക്കാതെ, അതിന് ഇയാളെ പ്രതി ചേർക്കാതെ ഇയാളെ രക്ഷിക്കുന്ന നിലപാടാണ് പോലീസും സർക്കാരും സ്വീകരിച്ചിരിക്കുന്നത്. ഇത്തരം നടപടികളാണ് ഇത്തരക്കാർ വീണ്ടും വീണ്ടും മുളച്ചു പൊന്താനും ഇതേപോലുള്ള കുറ്റകൃത്യങ്ങൾ നടത്താനും ഇവർക്ക് കൊടുക്കുന്ന ധൈര്യം എന്ന് നമ്മൾക്ക് നിസ്സംശയം പറയാം. ഇതേപോലെ ഉള്ളവർക്കെതിരെ ശക്തമായ നടപടികൾ എടുത്താൽ ഇത്തരം തട്ടിപ്പ് കേന്ദ്രങ്ങളുടെ പ്രവർത്തനം നിലയ്ക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇത്തരക്കാരുടെ ഇതേപോലുള്ള തട്ടിപ്പ് കേന്ദ്രങ്ങൾക്കെതിരെ സർക്കാരാണ് കർശനമായ നടപടിയെടുക്കേണ്ടത്. ഇത് നമ്മൾ ഈ ഒരു മതവിശ്വാസം എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. എത്രയോ ക്രിസ്തീയ സഭകളുണ്ട്, ഓർത്തഡോക്സ് സഭയുണ്ട്, കത്തോലിക്ക സഭയുണ്ട്, യാക്കോബായ സഭയുണ്ട്, ഇങ്ങനെ പല സഭകളുണ്ട്, പ്രൊട്ടസ്റ്റന്റ് സഭകൾ പലതുണ്ട്. മർത്തോമ ആകട്ടെ, CSI ആകട്ടെ, CNA ആകട്ടെ, ആംഗ്ലിക്കൻ സഭയാകട്ടെ, ഇവാഞ്ചലിക്കൽ സഭകളാകട്ടെ. അത്തരക്കാരെക്കുറിച്ചൊന്നും ഇതേപോലുള്ള വലിയ പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു കേൾക്കാറില്ല. പക്ഷേ ഈ ഒരു കൂട്ടരെ, പെന്തക്കോസ് എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന ഈ കൂട്ടരെ കുറിച്ചാണ് ഇതേപോലെ നിരവധി ആരോപണങ്ങളും പരാതികളും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് കൊട പിടിക്കുന്ന, അവരുടെ ഈ എല്ലാ തെമ്മാടിത്തരത്തിനും കൊട പിടിക്കുന്ന നിലപാടാണ് പോലീസും ഭരണാധികാരികളും ചെയ്യുന്നത്. അത് തന്നെയാണ് ഇവർക്ക് കൂടുതൽ ഇതേപോലുള്ള തട്ടിപ്പുകളും ക്രൂരകൃത്യങ്ങളും നടത്താൻ പ്രേരണ നൽകുന്നതും ചാലകശക്തിയും. ഇതിനെതിരെ സമൂഹമാണ് പ്രവർത്തിക്കേണ്ടത്. നടപടിയെടുക്കാത്ത പോലീസിനെ കൊണ്ടും സർക്കാരിനെ കൊണ്ടും നടപടിയെടുപ്പിക്കാൻ പൊതുജനങ്ങൾ വിചാരിച്ചാൽ മാത്രമേ കഴിയുകയുള്ളൂ. ഇത് ശരിയായിട്ട് പറഞ്ഞാൽ ഈ നാട്ടിലെ ഹിന്ദു സംഘടനകളാണ് ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടത്. ഹിന്ദു ദേവതമാരെ അധിക്ഷേപിച്ചുകൊണ്ടും ഹിന്ദു ദേവത ക്ഷേത്രങ്ങളെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ടും ഹിന്ദു ദേവതകൾ പിശാചുക്കളാണെന്നും പ്രേതങ്ങളാണെന്നും ഒക്കെ പറഞ്ഞ് ഇതേപോലെ പ്രതികരണമല്ല, വലിയവായി വിളിച്ചു കൂവി അലറി വിളിച്ച് ഈ ഒരു ഹിസ്റ്റീരിയ ബാധിച്ച് ഒരു വ്യക്തി എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതേ രീതിയിലാണ് ഈ പാസ്റ്റർമാരുടെ ഈ പ്രാർത്ഥനയൊക്കെ മറുഭാഷ പോലെ ഏതാണ്ടൊക്കെ ഈ ലോകത്തില്ലാത്ത ഭാഷകളിൽ കൂട്ട് ഏതാണ്ടൊക്കെ കുറെ വാക്കുകൾ ആ ഊഹി ഹൂ അക്കട പുക്കട ഇതാന്നൊക്കെ പറഞ്ഞ് ഇവർ ഏതാണ്ടൊക്കെ ആലേറി വിളിച്ചതൊക്കെ കേട്ട് കൂടിയിരിക്കുന്നവർക്ക് ഒരു ഹിസ്റ്റീരിയ ബാധിച്ച അവസ്ഥയിലെത്തിച്ചിട്ട് ട്രെയിനിങ് നൽകി സാക്ഷ്യം പറയുക എന്ന് പറയും. നല്ല പരിശീലനം കൊടുക്കും. ഇതേപോലുള്ള ഈ അലറി കൂവി ഇങ്ങനെയൊക്കെ ഏതാണ്ടൊക്കെ വിളിച്ച് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ഇന്ന പോലെ വന്ന് പറയണം, നിങ്ങൾ മഹാരോഗിയായിരുന്നു, മാറാരോഗിയായിരുന്നു, ക്യാൻസറിൻ്റെ ചികിത്സയായിരുന്നു, മരണത്തിന് അടുത്തെത്തിയ സമയത്ത് രക്ഷപ്പെടത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഞാൻ ഈ ഒരു പ്രാർത്ഥനയിൽ പങ്കെടുത്തപ്പോൾ എൻ്റെ ഒരു ദിവ്യ വെളിച്ചം എൻ്റെ ശരീരത്തിലോട്ട് പ്രവേശിച്ച് എന്നെ പൂർണ്ണമായിട്ട് മാറി എന്നൊക്കെ പറഞ്ഞൊക്കെ വ്യാജമായിട്ട് സാക്ഷ്യം പറച്ചിലെന്നാണ് ഇവർ ഇതിന് പറയുന്നത്. ഇങ്ങനൊക്കെ പറഞ്ഞ് കള്ളത്തരം ആളുകളെ കൊണ്ട് പറയിച്ച് സാക്ഷ്യം പറയിച്ച് അവർക്കതിന് പ്രത്യേക പരിശീലനമുണ്ട്, അവർക്ക് പണവും കിട്ടും. അങ്ങനെ ജനങ്ങളെ പറ്റിച്ച് ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ ആത്മീയതയുടെ പേര് പറഞ്ഞ് മതവിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞ് ഇങ്ങനെ തട്ടിപ്പ് നടത്തി അതിനോടൊപ്പം തന്നെ ഇതേപോലെ അനാഥാലയങ്ങൾ എന്നൊക്കെ ഉള്ള പേര് പറഞ്ഞ് സ്ഥാപനങ്ങൾ നടത്തി അവിടെ ഇത്തരം ക്രൂരമായിട്ടുള്ള നടപടികളും ആയിട്ട് പോകുന്ന ആൾക്കാരെ നിയന്ത്രിക്കാൻ സർക്കാരും പോലീസും തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ മുന്നിട്ടിറങ്ങണം. എന്തായാലും ഓമല്ലൂര് അവിടുത്തെ BJP പ്രവർത്തകർ പ്രതിഷേധിക്കാൻ ഇറങ്ങിയത് വളരെ നല്ല കാര്യമാണ്. അതൊരു തുടക്കമായിരിക്കണം, ഒടുക്കമാകരുത്. ആ ഒരു പ്രതിഷേധം കൊണ്ട് നിലയ്ക്കരുത്. ജനങ്ങളെ
ഇതേപോലുള്ള എല്ലാ തട്ടിപ്പുകൾക്കെതിരെയും പ്രതികരിച്ച് ജനങ്ങളെ ബോധവൽക്കരിച്ച് ഇത്തരം തട്ടിപ്പുകാരെ നിലയ്ക്ക് നിർത്താനുള്ള ഉത്തരവാദിത്വം BJPയും അതേപോലുള്ള സംഘടനകളും മുൻകൈയെടുത്ത് രംഗത്ത് ശക്തമായിട്ട് ഇറങ്ങണം. ഇറങ്ങിയെങ്കിൽ മാത്രമേ ഇത്തരം തട്ടിപ്പുകാരെ നമ്മൾക്ക് നിലയ്ക്ക് നിർത്താൻ കഴിയുകയുള്ളൂ. ജനങ്ങളെ ചൂഷണം ചെയ്ത് വീർക്കുന്ന ഇത്തരക്കാർക്കെതിരെ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകാനാണ് ഹിന്ദു സംഘടനകളും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും ശ്രമിക്കേണ്ടത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർ ഈ രാജ്യത്തെ തന്നെ കുട്ടിച്ചോറാക്കും, നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരം തന്നെ നശിപ്പിക്കും. ഹിന്ദു സമൂഹത്തിന് തന്നെ ദോഷകരമായി ബാധിച്ചിരിക്കുന്ന ഒരു ക്യാൻസറാണ് ഇതേപോലുള്ള പാസ്റ്റർമാരും ഇതേപോലുള്ള വ്യാജ ആത്മീയ നേതാക്കളും. ഈ പെന്തക്കോസ്ത് എന്ന് പറയുന്ന ഈ ഒരു സമൂഹം, അതിനെതിരെ ഹിന്ദു സമൂഹം ശക്തമായി പ്രതികരിക്കണം. ഹിന്ദു സമൂഹം അവരുടെ അണികൾക്ക്, ആ വിശ്വാസികൾക്ക്, അത് വിവിധ ജാതി സംഘടനകളുണ്ട്, അതാത് ജാതി സംഘടനകൾ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അവരിൽ നിന്നാരും ഇതേപോലുള്ള കള്ളന്മാരുടെ പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ച് അവരിൽ ബോധവൽക്കരിക്കാനുമുള്ള പ്രവർത്തനങ്ങളാണ് ഓരോ ഹിന്ദു സംഘടനകളും കൈക്കൊള്ളേണ്ടത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഈ ഹിന്ദു സമൂഹം പശ്ചാത്തപിക്കേണ്ടി വരും. അതിനുള്ള അവസരം കൊടുക്കാതെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഹിന്ദുക്കളിലെ ജാതി സംഘടനകൾ ഉണർന്ന് പ്രവർത്തിക്കണം. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക.